കില്ലാടികളെ അങ്ങനെ നമ്മുടെ ഇളയ തളപതി വിജയ് അണ്ണന്റെ ജനനായകൻ എന്ന പടം റിലീസിന് അനുമതിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം റിലീസ് ചെയ്യാൻ കോടതി അംഗീകരിച്ചിട്ടില്ല ഇല്ലടല്ലേ എന്നെ സംബന്ധിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊന്നും അറിയില്ല, ഇത് അനുമതി ഇല്ലല്ലോ പറയുന്നത്. ഞാനായിരിക്കട്ടെ ഒരു പടം കാരണം ഇത്രയൊക്കെ സംഭവം നടക്കും. ഒരു പടം പറയാൻ വേണ്ടി ആൾക്കാർ ഇതോ പീഡിക്കുക, അല്ലെങ്കിൽ മറ്റു ഓപ്പോസിറ്റ് പാർട്ടിക്കാർ പീഡിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവം ഒരു പടത്തിന് വേണ്ടിയിട്ട് ആ ഒറ്റ പേരിലുള്ള ഇളയ തളപതി വിജയ്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ വിജയ് എന്നെ അത് കാരണമല്ല ഇടല. അപ്പം എന്ന് വെച്ചാൽ ജനനായകൻ മുമ്പ് നമ്മൾ ജനുവരി 14 അങ്ങനെയാണ് റിലീസ് നമ്മൾ കണ്ടത്. അന്ന് ഫുൾ ആഘോഷവും കാര്യങ്ങളും. ഞങ്ങളുടെ കീഴിലുള്ള ബൈക്ക് റാലി പോകുന്നു, തലേദിവസം DJ പരിപാടി വെക്കുന്നു. തലേ ദിവസം DJ പരിപാടി വെക്കുന്നതിന് മുമ്പാണ് ന്യൂസ് അറിഞ്ഞത്. എന്ന് വെച്ചാൽ നാളെ റിലീസില്ലെന്ന് അറിഞ്ഞത്. അതുവരെ ഫുൾ പരിപാടിയായിരുന്നു, ബൈക്ക് റാലി, മറ്റേ പരിപാടി, ഈ പരിപാടി. എന്ന് വെച്ചാൽ വിജയുടെ പടം പറഞ്ഞാൽ അങ്ങനെ ഇല്ലാതെ. പക്ഷെ ഏതൊരു പടവും വർഷത്തിൽ വരണ ഓർമ്മ, പക്ഷേ ഏതൊരു പടമായും സെലിബ്രിറ്റി ആൾക്കാർ എന്നുവെച്ചാൽ ആ ഒറ്റ പേര് വെക്കില്ലാടല്ല, ഇളയ തളപതി വിജയ് അണ്ണൻ. സോ അതുകൊണ്ട് അതെന്ന് വെച്ചാൽ പടത്തിന് അനുമതിയില്ല. നമ്മൾ അതിനുശേഷം 14 തീയതി അല്ല 9 തീയതി റിലീസ് കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് 9 തീയതി റിലീസായ സമയത്ത് റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച സമയത്ത് ഫസ്റ്റ് അപ്പോൾ 9 തീയതിയാണ് വിചാരിച്ചിരുന്നു. എന്നിട്ട് പെട്ടെന്ന് മാറ്റി 14 തീയതിക്ക് ആക്കുന്നു പറഞ്ഞു. എന്നിട്ട് 14 തീയതി കഴിഞ്ഞ് നോക്കും 14 തീയതി റിലീസിന് അനുമതി കൊടുത്തിട്ടില്ല. സോ ഇന്ന് 27 തീയതി ആയിരിക്കില്ല എന്ന് പറയുന്നത് റിലീസിന് അനുമതിയേ ഇല്ലാന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, വൻ ഹൈപ്പ്. ഇപ്പം നമ്മളിങ്ങനെ ഓരോരോ വാർത്തകൾ അല്ലെങ്കിൽ റിലീസിംഗ് ഡേറ്റ് മാറ്റി തോറും വൻ ഹൈപ്പാണ് പടത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അറിയാത്ത ആൾക്കാർ കൂടി അറിഞ്ഞുകൊണ്ടേയിരിക്കുക, പിന്നെ ആൾക്കാർക്ക് കാണാനുള്ള ടെൻഡൻസി കൂടും, മനസ്സിലായല്ലോ? എന്താ പടം, ഏതോ പടം വരട്ടെ, സൂപ്പർ പടം ടെൻഡൻസി കൂടിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ അതാണ് ഉണ്ടാകാൻ പോണത്. എന്തായാലും പടം ഉറങ്ങട്ടെ ഇല്ലടാ, പടം തീപ്പാറിന് പടമായിരിക്കും. എന്താ വെച്ചാൽ വിജയുടെ ലാസ്റ്റ് പടം എന്ന് പറയുന്നത്, ലാസ്റ്റ് പടം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷമുള്ള ഇറങ്ങിയ ശേഷമുള്ള ലാസ്റ്റ് പടം. ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടേക്ക് പുള്ളിക്കാരൻ അഭിനയിക്കുക, മേ ബി, പറയാൻ പറ്റില്ല. അതൊക്കെ ആളിഷ്ടം. ഇപ്പൊ തന്നെ ന്യൂസ് ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ പ്ലേ ചെയ്യാം. വിജയുടെ ജനനായകൻ റിലീസിന് അനുമതിയില്ല. കനത്ത തിരിച്ചടിയാണ് താരത്തിന്. സെൻസർ ബോർഡിന്റെ അപ്പീലിൽ മദ്രാസ് ഹൈക്കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് സിംഗിൾ ബെഞ്ചിന് വീണ്ടും കോടതി വിട്ടിരിക്കുകയാണ്. ഈ കേസിൽ എതിർ സത്യവാങ്മൂലം നൽകാൻ സെൻസർ ബോർഡിന് സാവകാശം നൽകിയില്ല എന്നുള്ള അവരുടെ വാദമാണ് അംഗീകരിച്ചിരിക്കുന്നത്. സ്വാഭാവിക നീതിയുടെ ലംഘനം, നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് കോടതി പറയുന്ന കാര്യം. അതുകൊണ്ട് സിംഗിൾ ബെഞ്ചിലേക്ക് വീണ്ടും വിശദമായി വാദം കേൾക്കുന്നതിന് കോടതി അയച്ചിരിക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ നിർമ്മാതാക്കളായ KBN പ്രൊഡക്ഷൻസിന് അവരുടെ ഹർജി, അവരുടെ പ്രയർ വേണമെങ്കിൽ ഒന്ന് തിരുത്തി നൽകാം. അതായത് ഈ സിംഗിൾ ബെഞ്ചിന്റെ അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ ചെയർപേഴ്സന്റെ ഉത്തരവ് റദ്ദാക്കിയ ആ ഉത്തരവിനെതിരെ കൂടി ചലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ജനനായകന്റെ റിലീസ് വൈകും എന്നുള്ളത് തന്നെയാണ്. ഇത് വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് പോയി സിംഗിൾ ബെഞ്ചിൽ വിശദമായി ഇത് വാദം കേട്ട് തിരികെ വീണ്ടും ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിലേക്ക് തന്നെ വരാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. ഇനി നിർമ്മാതാക്കൾ വീണ്ടും ഇതിൽ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഉടൻ സമീപിക്കുമോ എന്നത് വ്യക്തമല്ല. പക്ഷേ വിജയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അവസാന സിനിമ പൊങ്കലിന് റിലീസ് ചെയ്തിരുന്നില്ല. ഈ മാസമെങ്കിലും റിലീസ് ചെയ്യാം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഇവിടെ തെറ്റുകയാണ്. നേരത്തെ മദ്രാസ് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വാദം കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഈ കേസിൽ സെൻസർ ബോർഡിന് കൗണ്ടർ അഫിഡവിറ്റ്, എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സാവകാശം നൽകാതെയാണ് സിംഗിൾ ബെഞ്ചിലെ ജഡ്ജി ജസ്റ്റിസ് PT ആശ വളരെ വേഗം ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കിയത് എന്ന ഒരു പരാമർശത്തിലേക്ക് ആദ്യത്തെ ദിവസം തന്നെ കോടതി പോയിരുന്നു, ചീഫ് ജസ്റ്റിസ് പോയിരുന്നു. എന്തിനാണ് ഇത്ര തിടുക്കം എന്ന് ചോദിച്ചിരുന്നു. മാത്രമല്ല പല കേസിലും വളരെ വേഗം കേസ് തീർപ്പാക്കണമെന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഒരു ദിവസം കൊണ്ട് വളരെ വേഗത്തിൽ തിടുക്കത്തിൽ ഈ കേസിൽ ഒരു ഉത്തരവിലേക്ക് പോകേണ്ട സാഹചര്യം, അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നു എന്നും ചീഫ് ജസ്റ്റിസ് അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി പരാമർശത്തിനിടെ കോടതി എന്തായിരുന്നു കോടതിയുടെ ഒരു മൂഡായി പുറത്തു വന്നത്, അത് തന്നെയാണ് ഇപ്പോൾ വിധിയിലും റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഫെബ്രുവരി 20-ന് ശേഷം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് ഈ സിനിമയുടെ റിലീസ് സാധ്യമാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഇന്ന് കോടതി പറഞ്ഞ സമയത്ത് ഈ പരാതിക്കാരൻ, അതായത് സെൻസർ ബോർഡിന്റെ എക്സാമിനിങ് കമ്മിറ്റിയിലെ അംഗമായ പരാതിക്കാരന്റെ പകർപ്പും കോടതി വായിച്ചിരുന്നു. അതിനുശേഷമാണ് കോടതി ഈ ഉത്തരവ്. അപ്പൊ അതാണെങ്കിലല്ലേ കേട്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ ബോർഡ് ഇനിയും നീട്ടിയിരിക്കുകയാണ്. വിജയന്റെ പടം ഇറക്കിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ആകുള്ളൂ. എന്താ വെച്ചാൽ ഈ പാട്ട് ഇറങ്ങണതിന് മുമ്പ് വൻ ഹൈപ്പ് ഇപ്പൊ വിരനായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താ വെച്ചാൽ വിരനായിട്ട് അത് കൊടുക്കും, മനസ്സിലായി? എന്ത് സംഭവിച്ചില്ല, ഈ പാട്ടം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ചു ആദ്യം അവർ ഇറങ്ങിയതാണെങ്കിൽ ഇറങ്ങിയതോടുകൂടി കഴിഞ്ഞു. എന്ന് വെച്ചാൽ പാട്ടം ഇറങ്ങിയത് സംഭവം ഇതെന്താണ്, പടം ഇറങ്ങുന്നില്ല, ഈ ആഴ്ച ഇറങ്ങുന്നില്ല, അടുത്ത ആഴ്ച ഇറങ്ങുന്നില്ല, പടം ഇറങ്ങണേ ഇല്ല. അപ്പൊ ആൾക്കാരെന്താ കൂടുതൽ അന്വേഷിക്കും, എന്താ സംഭവം, ഈ പടത്തിന് വേണ്ടി ഇങ്ങനെ പേടിക്കണോ, ഇതിൽ പടം കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊരു പേടി വരും ആൾക്കാർക്ക്, അല്ലെ? ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ആവും. അപ്പൊ എന്താ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും. എന്തായി പടത്തിനുള്ള ഒരു ഹൈപ്പ് കൂടിക്കൊണ്ടിരിക്കും, കാണാനുള്ള ആൾക്കാർ ഓഡിയൻസ് കൂടും, വൈഡായിട്ട് അങ്ങോട്ട് ആവും. എന്താ വെച്ചാൽ ഈ പടത്തിൽ എന്താ ഉള്ളത് എന്നാണ് ഞാനത് ആലോചിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ
അണ്ണന്മാർ എന്തിനെങ്കിലും പേടിക്കണം. വിജയാനന്റെ ഒരു പടമല്ലേ, അതിങ്ങനെ ഇറങ്ങി പോട്ടെ. സാധാരണ എത്രയോ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, അതുപോലെ കൊണ്ട് ഒരു പടം കൂടെ ഇറങ്ങി പോട്ടെ. അത് അങ്ങനെ കണക്കാക്കി വിടൂ നിങ്ങൾ. ഇല്ലെങ്കിൽ ഞാൻ കാര്യം പറയല്ലോ, ഈ ജനനായകൻ അങ്ങോട്ട് തൂക്കും കേട്ടല്ലോ. പിന്നെ നമ്മൾ ചിലപ്പോ രാഷ്ട്രീയപരമായിട്ടായിരിക്കും പടം വരുന്നത്. ജനനായകൻ അത് കണ്ടാൽ നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ടായിരിക്കും പടം വരുന്നത്. അപ്പൊ ചിലപ്പോ മറ്റു പാർട്ടിക്കാർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കടിയൊക്കെ വരുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മേ ബി റിലീസ് നീട്ടുന്നത്. പിന്നെ ഇലക്ഷൻ ആയിരിക്കും. ഞാൻ കാര്യം പറയാം, ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പടം ഇനിയിപ്പോൾ ഇറക്കില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇറക്കുള്ളൂ. അത് വേണമെങ്കിൽ നോക്കിയോ. അപ്പൊ അണ്ണയുടെ കയറും കൂടി ആണെങ്കിൽ ഇല്ലടല്ലേ, പിന്നെ ഒന്നും പറയല്ലേ. ഇപ്പൊ അണ്ണ എന്താ വെച്ച് കഴിഞ്ഞാൽ അണ്ണന്റെ പുതിയ വെട്ടിക്കഴകത്തിന്റെ ചിഹ്നം ബിസിലാണെന്നൊക്കെ കൊണ്ട് ബിസിലൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടാവില്ലല്ലേ. നമ്മൾ കപ്പ് നോക്കി അമ്പിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ പറയുന്നുണ്ട്. ഏകദേശം വരട്ടെ ഇല്ലടല്ലേ, ഇറങ്ങി വരട്ടെ, നമുക്ക് നോക്കാം.